സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം മുഴുവനായി പാടണമെന്ന കേന്ദ്ര ഉത്തരവിന് വഴങ്ങി UDF സർക്കാർ. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി കത്തയച്ചിരിക്കുകയാണ്. മുൻപ് സത്യപ്രതിജ്ഞാ ചടങ്ങിലുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ വീണ്ടും വന്ദേമാതരം സർക്കാരിന് വലിയൊരു രാഷ്ട്രീയ തലവേദനയായി മാറിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് ദേശീയ പതാക ഉയർത്തുമ്പോൾ വന്ദേമാതരം മുഴുവനായും പാടണമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കർശന നിർദ്ദേശം. ഈ ഉത്തരവ് കേരളത്തിലും പൂർണ്ണമായി പാലിക്കപ്പെടണമെന്നും സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഇത് കർശനമായി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയാണ് ഔദ്യോഗികമായി കത്തയച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ താൽപ്പര്യങ്ങൾ അതേപടി കേരളത്തിൽ നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകുന്നു എന്ന ആക്ഷേപമാണ് ഇതിലൂടെ ശക്തമായിരിക്കുന്നത്. ഇതാദ്യമായല്ല വന്ദേമാതരം കേരളത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത്. UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ വന്ദേമാതരം മുഴുവനായി ആലപിച്ചതും വലിയ തോതിൽ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. അന്ന് വലിയ പ്രതിഷേധമുയർന്നപ്പോൾ ലോക്ഭവനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണത് സംഭവിച്ചതെന്നും വന്ദേമാതരം മുഴുവനായി ആലപിക്കുമെന്ന് തങ്ങൾക്ക് മുൻകൂട്ടി അറിയില്ലായിരുന്നുവെന്നുമാണ് സംസ്ഥാന സർക്കാർ വിശദീകരണം നൽകി തടിയൂരിയത്. എന്നാൽ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് കത്തയച്ചതോടെ സർക്കാർ മുൻപെടുത്ത നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങളാണ് വരുന്നത്. ഉത്തരവിനെക്കുറിച്ച് തനിക്ക് യാതൊരുവിധ അറിവുമില്ലായിരുന്നുവെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. എന്നാൽ മന്ത്രിക്ക് അറിവില്ലാതെ എങ്ങനെയാണ് ഇത്രയും ഗൗരവകരമായ ഒരു ഉത്തരവ് പാലിക്കപ്പെടണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കത്തയക്കുന്നതെന്ന് ചോദിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിക്കഴിഞ്ഞു. കേന്ദ്രത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് മുന്നിൽ UDF സർക്കാർ കീഴടങ്ങുന്നു എന്നതിൻ്റെ തെളിവാണിതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആരോപണം. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ പടിവാതിക്കൽ എത്തി നിൽക്കെ വന്ദേമാതരം മുഴുവനായി പാടണമെന്ന നിർദ്ദേശം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണിപ്പോൾ വഴി തുറന്നിരിക്കുന്നത്.